ഹായ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് AI വോയിസ് നമുക്ക് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ഇപ്പം എല്ലായിടത്തും തന്നെ AI വോയിസ് വന്നിട്ടുണ്ട്. അപ്പം പലപ്പോഴും പലർക്കും ഡൗട്ട് ഉണ്ടാവും ഇത് പ്രൈസിങ് ഉള്ളതാണോ അതോ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. പിന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് വോയിസ് മേക്കർ ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ആണ്. ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതൊരു ചെറിയ ടെക്നിക്കുണ്ട്. അതായത് പ്രീമിയം വോയിസസ് ഒക്കെ അവൈലബിൾ ആണ് ഇതിൽ. ഞാൻ ആദ്യമേ പ്ലാറ്റ്ഫോം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മൾ വോയിസ് മേക്കറിൽ വന്നു കഴിയുമ്പോഴത്തേനും ഇങ്ങനൊരു പേജ് കാണാം. ലോഗിൻ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ലോഗിൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ലോഗിൻ ചെയ്യാണ്. ഓക്കെ, ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഹോം പേജ് ഉണ്ട്. ദെൻ ഇതാണ് ഹോം പേജ്. പലതരം AI വോയിസസ് അവൈലബിൾ ആണ് നമുക്ക്, സാമ്പിൾസ് ഒക്കെ. ഇവിടെ നമുക്ക് ഒരു ഫ്രീ വേർഷൻ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് 250 ക്യാരക്ടേഴ്സേ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പ്രീമിയം വേർഷൻ ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ നമുക്ക് ഇതിലേക്ക് ക്യാരക്ടേഴ്സ് ഫില്ല് ചെയ്യുന്ന രീതിയിൽ ഇതിലേക്ക് നമുക്ക് കോണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ഒരു വലിയ ഒരു 500 ക്യാരക്ടേഴ്സ് ഉള്ളൊരു കോണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ ആദ്യമേ ഒരു 250 ക്യാരക്ടേഴ്സ് ഇട്ടിട്ട് വോയിസ് ക്രിയേറ്റ് ചെയ്യാം. ദെൻ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് അടുത്ത 250 ക്യാരക്ടേഴ്സ് വീണ്ടും ഇടുക. എന്നിട്ട് വോയിസ് എല്ലാം കൂടി ഒന്ന് മിക്സപ്പ് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും നമുക്കിവിടെ ഒരുപാട് വോയിസസും ആക്സൻസ് അവൈലബിൾ ആണ്. നോക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ ഓൾറെഡി ഒരു വോയിസ് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, പല വോയിസസ് അവൈലബിൾ ആണ്. അതിൻ്റെ പ്രത്യേകതകൾ ഈ സൈഡിൽ കാണാം. കോൺവെർസേഷണൽ ന്യൂസ് ഒക്കെ വായിക്കാൻ പറ്റിയ വോയിസ് ആണിത് എന്നാണ് പറയുന്നത്. പ്ലേ ചെയ്ത് തരാം. ഇതുപോലെ നമുക്ക് പല വോയിസുകൾ കേൾക്കാം. ഇപ്പം മെയിലിന്റെ വോയിസ്, അങ്ങനെ പല ടൈപ്പ്. ഇതിന്റെയൊക്കെ പ്രത്യേകത, ചിലതിന്റെ പ്രത്യേകതകൾ കൊടുത്തിട്ടുണ്ടാവും, ചിലതിന്റെ കൊടുത്തിട്ടുണ്ടാവില്ല. കണ്ടോ, ഈ റൈൻ എന്ന് പറയുന്ന മെയിൽ വോയിസ് ഓഫ് കോൺവെർസേഷണൽ ആണ്. ഹാപ്പി, വിസ്പേർഡ്, സാഡ്, അങ്ങനെ ഏത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ആ വോയിസ് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ആക്സെന്റ് നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് പല ആക്സെന്റ്, ഇപ്പോൾ ബ്രിട്ടീഷ് ആണ് ഇട്ടേക്കുന്നത്. നമുക്കത് അമേരിക്കൻ വേണം എന്നുണ്ടെങ്കിൽ അമേരിക്കൻ കൊടുക്കാം, ആക്സെന്റ് കൊടുക്കാം, സ്പാനിഷ് കൊടുക്കാം. പിന്നെ പല ടൈപ്പ് ഓഫ് ആക്സൻസ് അവൈലബിൾ ആണ്. ഇപ്പം ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ് ഉണ്ട്, കനേഡിയൻ ഇംഗ്ലീഷ്, ഹോങ്കോങ്, ഇന്ത്യൻ ഇംഗ്ലീഷ്, അങ്ങനെ ഇംഗ്ലീഷിൽ തന്നെ പല വെറൈറ്റി ഓഫ് ആക്സൻസ് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് സെലക്ട് ചെയ്യാം ഏത് വേണം എന്നുള്ളത്. അതിനുശേഷം നമ്മൾ ജെൻഡർ, ഇപ്പോൾ കുട്ടികളുടെ വേണമെന്നുണ്ടെങ്കിലോ ഫീമെയിൽ, അങ്ങനെ പല ജെൻഡേഴ്സ് നമുക്കിതിൽ അപ്ലൈ ചെയ്യാം. ദെൻ നമുക്ക് ഈ പറഞ്ഞ പോലെ സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഓള് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ വരും. ഇപ്പോൾ നമ്മളിത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ താഴെ സബ്മിറ്റ് കൊടുക്കുന്നു. സബ്മിറ്റ് കൊടുത്തിട്ട് ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാന്ന് വെച്ചു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഐ ആം സോ ഹാപ്പി ടുഡേ, ഐ വെൻറ്റ് to the market and bought something interesting. ഓക്കെ, സോ ഇപ്പോൾ ഇത് നമ്മൾ വോയിസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ കോൺവെർസേഷണൽ വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് ഏതാണെന്ന് വെച്ചാൽ അത് വായിക്കുന്നതിനനുസരിച്ചിട്ട് വന്നോളും. ഇപ്പോൾ ഇവിടെ ഡിഫോൾട്ട് കൊടുക്കാം. ദെൻ നമ്മൾ നേരെ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല, കൺവേർട്ട് ടു സ്പീച്ച് കൊടുക്കുന്നു. കണ്ടോ, ഇതുപോലെ വോയിസ് കൺവേർട്ട് ആയിട്ട് വന്നോളും. ദെൻ ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും വീഡിയോയിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ഫ്രീ ആയിട്ട് വോയിസ് മേക്കറിൽ വോയിസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് വിചാരിക്കുന്നു, ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ടെക്നോളജിക്കൽ വീഡിയോസും ട്യൂട്ടോറിയൽ വീഡിയോസും അല്ലാതുള്ള മാർക്കറ്റ് റിലേറ്റഡ് വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.